നമ്മോട് സംവദിക്കാൻ എത്തിയിട്ടുള്ളത് സിജിയുടെ തന്നെ കുടുംബാംഗവും 20 വർഷമായിട്ട് കുറവങ്ങാട് MLP സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു ചെറിയ റേഞ്ചിന്റെ ഇഷ്യൂ വന്നു. സുനീറ സിദ്ദീഖ് മാഡമാണ്. സുനീറ സിദ്ദീഖ് മാഡം സിജിയുടെ കുടുംബാംഗമാണ് എന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ സിജി എഡ്യൂക്കേറ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഒപ്പം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അപൂർണതയിലെ പൂർണ്ണത എന്നുള്ള വിഷയമായിട്ട് നമ്മൾ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ അപൂർണതയാണെന്ന് നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ സെഷൻ വളരെ മനോഹരമാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. മാഡത്തെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സിജിയുടെ ഡിവിഷൻ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ഡയറക്ടർ ന്യൂസിയ മാഡം, അതുപോലെ തന്നെ ടീം ഇൻചാർജിലെ ജസീറ മാഡം, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പാർട്ടിസിപ്പൻസിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു ടുഡേസ് ഗസ്റ്റ്. മാം, പ്ലീസ്. Okay, thank you, sir. And good morning to everybody. ഈ ഡിവിഷന്റെ 320ാം എപ്പിസോഡിലേക്ക് ഒരവസരം കിട്ടിയതിൽ ഏറെ സന്തോഷം അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ മറ്റുള്ളവരുടെ ഒരു ജീവിതത്തിലേക്ക് അത് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവരാണ്, അല്ലേ? ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാബി, അപൂർണതയിലെ സൗന്ദര്യം. നമുക്കറിയാം, മനുഷ്യന്മാരെല്ലാവരും പെർഫെക്റ്റ് അല്ല, നമ്മുടെ ചില കുറവുകളുണ്ട്. അപ്പൊ നമ്മളെ മറ്റുള്ളവരുടെ ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മളെ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് മാനസിക സമ്മർദ്ദം. നമ്മൾ വിചാരിച്ച കാര്യങ്ങളെ വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാതെ ആവുമ്പോഴുള്ള ആ ഒരു പ്രതീക്ഷിച്ച ഫലം കിട്ടാതാവുമ്പോഴുള്ള ഒരു പ്രയാസം, ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ എല്ലാവരും കടന്നുപോയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പെർഫെക്ഷനെ കുറിച്ചിട്ടല്ല, പക്ഷെ നമ്മുടെ കുറവുകളും പരാജയങ്ങളും എങ്ങനെ മനോഹരമായിട്ട് ആഘോഷിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതൊരു ജാപ്പനീസ് വേർഡാണ്, വാബി സാബി. ഒക്കെ ജപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1945 ഓഗസ്റ്റ് മാസം, ഈ ഒരു മാസം തന്നെ എല്ലാം ഒരു 2ാം ലോക മഹായുദ്ധകാലത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരു രാജ്യമായിരുന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യ ജീവനുകളെ, അതേപോലെ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എല്ലാം ചാരമായി തീർന്ന ഒരു അണുഭൂമി. ഇനി ഒരു തിരിച്ചു വരവ് ആ രാജ്യത്തിനില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ ആ ഒരു പീരീഡിൽ നിന്ന് ആ ഒരു രാജ്യം ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതില് അവരുടെ ഒരു തത്വചിന്തയായിട്ടുള്ള ഗാമൻ എന്ന് വെച്ചാല്, ഗാമൻ എന്ന് പറഞ്ഞാല് സഹിക്കാവുന്നതിനെ എല്ലാത്തിനെയും ക്ഷമയോടെ പതറാതെ നേരിടുക എന്നുള്ള അവരുടെ ആ തത്വശാസ്ത്രത്തില് അവർ നിന്നുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ അവർ മറികടക്കുകയാണ്. അതിന് 50 വർഷങ്ങൾക്ക് ശേഷം എല്ലാം നഷ്ടപ്പെട്ടിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ജപ്പാന് മാറാൻ പറ്റിയത് ഈ ഒരു തത്വശാസ്ത്രത്തിലൂടെ. ഗാമൻ, നമ്മുടെ വീഴ്ചകൾ ഒരിക്കലും ഒന്നിന്റെയും അവസാനമല്ല, അത് ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഈ ഒരു കോർപ്പറേറ്റ് യുഗത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആവുക എന്നുള്ളതാണ്. അത് നമ്മുടെ കരിയറിലായിക്കോട്ടെ, നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, നമ്മുടെ ഫാമിലി ലൈഫിലായിക്കോട്ടെ, ഈവൻ നമ്മുടെ അപ്പിയറൻസിലായിക്കോട്ടെ, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കാറുണ്ട്. ഈ ഒരു ചിന്ത നമ്മളിൽ ഒരുപാട് പ്രഷർ തരാറുണ്ട്, അല്ലെ? ആ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ്.
നമുക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ള നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സിലായിക്കോട്ടെ, അതിലേക്കൊക്കെ അവർ ആ ഒരു വൈബ് പാസ് ചെയ്യും. ഇവിടെയാണ് നമ്മുടെ ജാപ്പനീസ് തത്വചിന്തയായിട്ടുള്ള വാബി സാബി പ്രസക്തമാകുന്നത്. നല്ലൊരു മനോഹരമായിട്ടുള്ള വേർഡ് അല്ലെ, വാബി സാബി. വാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക. സാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം സമയം കടന്നു പോവുകയാണ് അല്ലെ, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ചെയ്യുന്നതിലൊക്കെ അപൂർണതകൾ ഉണ്ടാവും. ഇതിനെല്ലാം ഭംഗി കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ വരുന്ന പ്രതിസന്ധികളിൽ ഭംഗി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അത് നമ്മെ നിർവചിക്കുന്ന അലങ്കാരങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ്. വാബി സാബിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രായോഗിക വശമാണ് കിൻസുഗി, സ്വർണവുമായിട്ട് ചേരാന്ന്. പകരം ജപ്പാനിൽ അവർ ഉപയോഗിക്കുന്ന ഒരു മൺപാത്രമുണ്ട്, നമുക്ക് കണ്ടിട്ടുണ്ടാവും. അതിന് കുറച്ച് എക്സ്പെൻസീവ് ആണ് അത്, അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട്. അത് സാധാരണ പൊട്ടിക്കഴിഞ്ഞാൽ, നമ്മളൊക്കെ സാധാരണ പാത്രങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വേസ്റ്റിലേക്ക് തള്ളും അല്ലെ. പക്ഷെ അവരത് അങ്ങനെയല്ല ചെയ്യാറുള്ളത്. അവർ ചെയ്യുന്നത് ആ ഒരു പൊട്ടിപ്പോയ മൺപാത്രങ്ങളെ സ്വർണ്ണപ്പൊടി ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക പശ ചേർത്തുകൊണ്ട് ആ വിടവുകൾ ഒട്ടിക്കും. സ്വർണ്ണപ്പൊടി ചേർത്തുകൊണ്ട് ആ വിടവുകൾ ഒട്ടിക്കും. പിന്നീട് നമ്മുടെ ഈ പൊട്ടിയ പാത്രം എന്ന് പറയുന്നത് പൊട്ടുന്നതിന് മുമ്പ് മുമ്പുള്ളതിനേക്കാൾ മനോഹരമാവുകയാണ് ചെയ്യുന്നത്. ആ സ്വർണ്ണ വരകളിലൂടെ ആ വിടവുകള് നികത്തപ്പെട്ടതിലൂടെ അത് മനോഹരമാകുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോയി ചിറോ ഹോണ്ട. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ ഗാരേജിൽ ഒരു മെക്കാനിക്കായിട്ട് ജോലി നോക്കിയ അദ്ദേഹം ടൊയോട്ടോ കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് വേക്കൻസി വന്നപ്പോൾ അതിന് അപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം അവിടുന്ന് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. തള്ളപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സൊക്കെ അദ്ദേഹത്തെ കളിയാക്കി. ഡെയിലി വർക്കിന് പോലും അദ്ദേഹത്തിന് കയ്യിൽ പണമില്ലായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പിസ്റ്റൾ റിംഗ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് ഉണ്ടാക്കി അതൊന്ന് ഡെവലപ്പായി വരുന്ന സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം വരുന്നത്. അവിടെയുള്ള ആ ബോംബ് ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കമ്പനി തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂകമ്പം വന്നു. ബാക്കിയുള്ള ആ ഒരു പാർട്സും കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ലാതെ എല്ലാം ഡെവലപ്പായിട്ട് വരുന്ന സമയത്ത് വീണ്ടും ഓരോ തകർച്ചകൾ നേരിടുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചെയ്തത് ഈ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ ഗ്യാസോലിൻ ക്യാനുകൾ ശേഖരിച്ചിട്ട് ഒരു പുതിയ മോഡൽ ഒരു ബൈക്കുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ബൈക്ക് ഉണ്ടാക്കി അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പിന്നീട് അങ്ങോട്ട് അത്തരത്തിലുള്ള ബൈക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. 1948 ഹോണ്ട കമ്പനി ആരംഭിച്ചു. നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും ലോകം കീഴടക്കിയ ഹോണ്ട എന്ന കമ്പനിയുടെ സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ ഹോണ്ടയുടെ ജീവിതത്തിലെ തകർച്ചകൾ എന്ന് പറയുന്നത് ഈ കിൻസുഗി പാത്രത്തിലെ വിടവുകൾ പോലെയാണ്. അതെല്ലാം അദ്ദേഹം ആ സ്വർണം കൊണ്ട് തുന്നിച്ചേർത്തു. നമുക്കറിയാം എല്ലാ വസ്തുക്കളിലും ഈ വിടവുകളും വിള്ളലുകളും ഒക്കെ ഉണ്ടാവും. അതിലൂടെ മാത്രമേ വെളിച്ചത്തിനുള്ളിലേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങൾ കടന്നു പോയിട്ടുണ്ട് അല്ലെ. നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട, നമ്മളെ അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രയാസം, ഒരു പരീക്ഷണം, നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പരീക്ഷണം, ആ സംഭവത്തെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ഓർത്തു നോക്ക്. എല്ലാവരും ഈ ഒരു എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രയാസത്തിലൂടെ, ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മനുഷ്യരാണ്.
ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ച ഒരു വികാരമുണ്ട് അല്ലേ? അത് ചിലപ്പം സങ്കടമായിരിക്കാം, നിരാശയായിരിക്കാം, ദേഷ്യമായിരിക്കാം, എന്തെങ്കിലും ഒരു ഇമോഷനിലൂടെ നമ്മൾ തീർച്ചയായിട്ടും കടന്നു പോയിട്ടുണ്ടാവാം. ഒരുപാട് ദിവസങ്ങൾ നമ്മൾ അതുമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ ആ ഒരു പ്രയാസത്തിൽ നിന്ന്, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു പാഠം ഉണ്ടാവും അല്ലെ? എന്തെങ്കിലും ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു പാഠം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. ഒരു ഒറ്റ വാക്കിൽ ആ ഒരു പാഠത്തിന് നിങ്ങൾക്ക് എന്ത് പേരിടാൻ വേണ്ടി സാധിക്കും? ആ ഒരു പാഠമാണ് നമ്മുടെ സ്വർണത്തിലെ അല്ലെ നമ്മുടെ ജീവിതത്തിലെ സ്വർണ്ണ വരകൾ. നമ്മൾ പഠിച്ചെടുത്ത ആ പാഠങ്ങൾ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്ത നമ്മുടെ ആ ഒരു പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും ഒരു സ്വർണ്ണ വരയായി അവശേഷിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടാവും. എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ. ഒരുപാട് കുറവുകളും മറ്റുള്ള ആളുകളാണ് നമ്മൾ മനുഷ്യരൊക്കെ. അപ്പോൾ ഈ കുറവുകളും പ്രതികൂല സാഹചര്യങ്ങളും ഒന്നും ഒരിക്കലും നമ്മെ തകർക്കാനുള്ളതല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാനുള്ള കാര്യങ്ങളാണ്, കൂടുതൽ പെർഫെക്റ്റ് ആക്കാനുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അപ്പൊ നമുക്കുണ്ടാവുന്ന സാമ്പത്തികമായിട്ട് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ? ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തരികയാണ് ചെയ്യുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മളെ ഉത്തരവാദിത്വത്തിലേക്ക് എത്തിക്കുന്നു. പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് ക്ഷമയോടെ പ്രവർത്തിക്കുന്നു. വിജയം കാണാൻ വേണ്ടി നമ്മൾ ക്ഷമയോടെ പ്രവർത്തിക്കുന്നു. അപ്പം പരാജയം എന്നുള്ളത് ക്ഷമ നമ്മളിലേക്ക് എത്തിക്കുക. ചുറ്റും ഉള്ള ആളുകളിൽ നിന്ന് നമുക്ക് പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും ഇല്ലേ? ആ വിമർശനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മുന്നേറാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അത് തീരുമാനം എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെ? ഒരു ചെറിയൊരു സംഭവം കഥ. ഒരു വലിയൊരു മരത്തിന്റെ അടുത്ത്, വലിയൊരു വൃക്ഷത്തിന്റെ അടുത്ത് ഒരു ചെറിയൊരു മുള വളർന്നു വരികയാണ്. എപ്പോഴും ഈ മുള കാണുന്നത് ഈ വലിയൊരു മരത്തിന്റെ വളർച്ചയാണ്. അപ്പോൾ സാധാരണയായും സ്വയം കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. നമ്മൾ പറയും, എനിക്ക് എന്താ മരത്തെ പോലെ ആവാൻ പറ്റുന്നില്ല. അത് ശിഖരങ്ങളായി, ഇലകളായി, പൂക്കളായി, കായ്കളായി ഇങ്ങനെ പോകുന്ന സമയത്ത് മുള ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് പോവുകയാണ്. അപ്പൊ എനിക്ക് അതിനോടൊപ്പം എത്താൻ പറ്റുന്നില്ല. എനിക്ക് എന്താണ് ഇങ്ങനെ? കാറ്റും മഴയും വരുന്ന സമയത്തൊക്കെ ഇത് വളഞ്ഞിങ്ങനെ പോകുന്നത്. പക്ഷെ ആ സമയത്ത് മുള തന്റെ വേരുകൾ മണ്ണിലേക്ക് ഇങ്ങനെ ആഴ്ത്തിയിറക്കുകയാണ്. ഓരോ ദിവസവും വേരുകള് ചുറ്റും പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റ് വന്നു, മഴ വന്നു. ഈ വൻമരങ്ങളൊക്കെ മറിഞ്ഞു വീണ സമയത്തും ഈ മുള നിവർന്നു നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാല് ഇതിന്റെ വേരുകള് അതിനെ അവിടെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ വേരുകള്, കാറ്റുകൾ നമുക്ക് പലപ്പോഴും നമ്മുടെ പലതും തകർത്തേക്കാം. അപ്പൊ വേരുകളാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3R ടെക്നിക്, 3R ടെക്നിക്സ് ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കാം. നമുക്ക് ഒന്നുകൂടെ അതിലൂടെ പോയി നോക്കാം. ഫസ്റ്റ്, സ്റ്റാൻഡ് ഫോർ റെക്കഗ്നൈസ്, തിരിച്ചറിയുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാറില്ല, നമ്മൾ അതിലേക്ക് നോക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് തിരിച്ചറിയുക.
വിഷമത്തിലാണോ, നിരാശയിലാണോ, എന്താണ് നമ്മുടെ ഇമോഷൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സെക്കൻഡ് ആൻഡ് സ്റ്റാൻഡ് ഫോർ റീഫ്രെയിം. അതിന് പുതിയ അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ സിറ്റുവേഷനിലെ ഒരു പുതിയൊരു തലത്തിലേക്ക് നമ്മൾ കാണും. എന്തുകൊണ്ട് വരുന്നു എന്നതിന് പകരം എന്നെ എന്താണ് ഇത് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എനിക്ക് കഴിയില്ല, എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇത് ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും, എവിടെ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ എന്നെ സഹായിക്കാൻ ഉണ്ടാവും, എവിടെയാണ് എനിക്ക് സഹായം കിട്ടുക എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഫ്രെയിം ചെയ്യാം. തേർഡ് ആ സ്റ്റാൻഡ് ഫോർ റെസ്പോണ്ട്. പ്രതികരിക്കുക, അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് എന്താ പറയാ, അത് പ്രാവർത്തികമാക്കുക. നമുക്ക് പെട്ടെന്ന് ഒരു വലിയൊരു ചുവട് വെപ്പൊന്നും നമുക്ക് ആ സമയത്ത് നമ്മൾ എടുക്കരുത്. ഒരു ചെറിയ ചുവടുവെപ്പ്, നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുക. ആ എഫേർട്ട് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ അടിമപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ ചെറിയൊരു ചുവടുവെപ്പ് നടത്തി അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ന് വെച്ചാല് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ആളുകളായിരിക്കും. ആ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മെ തന്നെ. നമ്മുടെ സ്വന്തം മനസ്സിനെ സംരക്ഷിക്കേണ്ടതുണ്ട്, അതിനെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ഈ ഒരു സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ സ്വയം മറന്നു പോകുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒരു പാത്രത്തിൽ നിന്ന്, ഒഴിഞ്ഞ പാത്രത്തിൽ നിന്ന് ഒരിക്കലും പകർന്നു നൽകാൻ വേണ്ടി സാധിക്കില്ലല്ലോ, അല്ലെ? ഇപ്പോൾ ചിലർ പറയും സെൽഫ് കെയർ സെൽഫിഷ്നെസ് ആണ് എന്നുള്ളത്. സെൽഫ് കെയർ ഒരിക്കലും അങ്ങനെയല്ല. അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് നമുക്ക് ഊർജം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇവിടെ ഉറുമ്പ്, ഒരു ഉപ്പ് ഭരണിയിൽ അകപ്പെട്ട ഒരു ഉറുമ്പിന്റെ കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഉപ്പ് ഭരണിയിലാണ് അത് എപ്പോഴും ജീവിക്കുന്നത്. അപ്പോ അതിന് ആ ഉപ്പ് ഭരണിയിലുള്ള ഉപ്പും കയ്പും ചവർപ്പും ഒക്കെ അതിന് അറിയുള്ളൂ, ഹാപ്പിനെസ് അറിയുന്നില്ല. അതിന്റെ ആ ഒരു സിറ്റുവേഷൻ അതാണ്. അപ്പൊ അതിങ്ങനെ ഇങ്ങനെ ആ ഉപ്പിന്റെ കയ്പും ചവർപ്പും ഒക്കെ ഇങ്ങനെ നുകർന്ന് ജീവിക്കുന്ന സമയത്ത് വഴിയിലൂടെ മറ്റൊരു ഉറുമ്പ് പോവുകയാണ്. അപ്പം ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് ഈ ഉപ്പ് ഭരണിയിൽ നിൽക്കുന്നത്, നിനക്ക് ഇറങ്ങി പുറത്തേക്ക് വന്നുകൂടെ? പുറത്തേക്ക് വന്നിട്ട് ഈ അപ്പുറത്ത് ഒരു പഞ്ചസാര ഭരണിയുണ്ട്. ആ പഞ്ചസാര ഭരണിയിൽ മധുരമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. നീ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നെ എത്തിക്കാം, നിനക്ക് അത് നുകരാം, എന്റെ കൂടെ വരുന്നു. അങ്ങനെ കുറെ പറഞ്ഞതിന് ശേഷം ഉപ്പ് ഭരണിയിൽ നിന്ന് ഉറുമ്പ് പുറത്തേക്ക് പോവുകയാണ്, പഞ്ചസാര ഭരണിയിലേക്ക്. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പഞ്ചസാര ഭരണിയില് ആ ഉറുമ്പിന് സന്തോഷം കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല, അത് ആസ്വദിക്കാൻ വേണ്ടി സാധിച്ചില്ല, അതിലുള്ള മധുരം ആസ്വദിക്കാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോ കൊണ്ടുവന്ന ഉറുമ്പിനോട് ഉപ്പുഭരണിയിൽ നിന്ന് വന്ന ഉറുമ്പ് പറയാണ്, നീ എന്നെ പറ്റിക്കായിരുന്നു, ഇവിടെ മധുരമുണ്ട്, സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോ വഴിപോക്കനായ ഉറുമ്പ് പറയാണ്, നീ നോക്ക്, നിന്റെ ചുറ്റുമുള്ളവരൊക്കെ എത്ര ഹാപ്പിയാണ്, അവരൊക്കെ ഈ ഒരു മധുരം നുണഞ്ഞ് സന്തോഷിക്കുന്നത് നീ കാണുന്നില്ലേ? അപ്പൊ നിനക്ക് എന്തുകൊണ്ടാണ് അത് പറ്റാത്തത്? എനിക്കറിയില്ല, എൻ്റെ വായിൽ ഇപ്പോഴും ആ ഉപ്പിന്റെ ചവർപ്പും കയ്പും ഉള്ളത്. അപ്പൊ ഉറുമ്പ് പറഞ്ഞു, നിന്റെ വായ ഒന്ന് തുറക്ക്, ഞാൻ നോക്കട്ടെ. അപ്പോഴാണ് വായ തുറന്ന സമയത്താണ് ഉറുമ്പിന്റെ വായിൽ വലിയൊരു ഉപ്പ് പരല് കിടക്കുന്നത് കാണുന്നത്. ഇതെന്താ നിന്റെ വായിൽ ഉപ്പ്? അത് ഞാൻ അവിടെ വരുന്ന സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ പറഞ്ഞു, ഈ ഒരു ഉപ്പ് വായിൽ വെച്ചുകൊണ്ട് നിനക്ക് എങ്ങനെയാണ് ഇവിടുത്തെ മധുരം നുണയാൻ വേണ്ടി സാധിക്കുക? അത് ഉപേക്ഷിക്കാതെ ഇവിടുത്തെ സന്തോഷവും മധുരവും ഒന്നും നിനക്ക്
നുണയാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലും കയ്പും നെഗറ്റീവ് ചിന്തകളും ഒക്കെ ഉണ്ട്. അത് വെച്ചുകൊണ്ട് പുറത്തുള്ള ജീവിതത്തെ പിന്നെ പുറത്തുള്ള ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും അനുഭവിക്കണമെങ്കിൽ മാറ്റം ആദ്യം തുടങ്ങേണ്ടത് നമ്മൾ എന്ന ഓരോ വ്യക്തിയിലാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളും വാശികളും ഒക്കെ തീർത്ത് അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സന്തോഷങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വഴിയരികിലെ ഒരു വലിയ കല്ല് ശില്പി കൊണ്ടുപോയി പണിശാലയിൽ വെച്ച് അതെന്ത് ചെയ്യാണ്, നിരന്തരം കുത്തിയെടുക്കുകയാണ്. അപ്പൊ കല്ലിന് വേദനിച്ചുകൊണ്ട് അത് പറയാണ്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അപ്പോ ശില്പി പറയാണ്, ഞാൻ നിന്നെ വേദനിപ്പിക്കുകയല്ല, നിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രൂപത്തെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മാസങ്ങൾക്ക് ശേഷം ആ കല്ല് ഒരു മനോഹര ശില്പമായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലും ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഈ ഉളി പോലെയായിരിക്കും അല്ലെ? ഈ ശില്പിയുടെ കയ്യിലുള്ള ഉളി പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മറ്റും. അത് നമ്മളെ വേദനിപ്പിച്ച അനുഭവങ്ങള് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട് അല്ലെ? ഇന്നത്തെ ഇപ്പൊ പരീക്ഷ, ഇന്നത്തെ ഒരു നമുക്ക് പറയാം, നമ്മുടെ ചുറ്റുള്ള കുട്ടികളെ നമ്മള് പരീക്ഷ ഫലങ്ങളുടെയും മാർക്കുകളുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മള് കുട്ടികളുടെ കഴിവുകൾ അളക്കുന്ന ആളുകളാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പരാജയങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് സാധിക്കാറില്ല. ആ പരാജയങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ പല കുട്ടികൾക്കും സാധിക്കാത്തത് കൊണ്ടാണ് പല സൂയിസൈഡുകളും നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു പരാജയം നമ്മൾ മുന്നോട്ട് അതിജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നൽകാനാണ് എന്നുള്ളത് നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. മണിപ്പൂരിലെ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ ജനിച്ച മേരി, പെൺകുട്ടികൾ കായിക രംഗത്ത് അത്രത്തോളം ഇറങ്ങിച്ചെല്ലാത്ത ഒരു കാലഘട്ടത്തില്, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ ആധിപത്യമുള്ള കായിക ഇനമായിട്ടുള്ള കായിക ഇനത്തിലേക്ക് മേരി ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ അവർക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കായിക ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ കല്യാണം പോലും നടക്കില്ല എന്നുള്ള സംസാരങ്ങളും മറ്റുമൊക്കെ അവരെ തളർത്തി. ആളുകള് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നടത്തിയിട്ടും ഈ മേരി അതിനെയൊക്കെ എതിർത്തിട്ട് കുടുംബക്കാരറിയാതെ, വീട്ടുകാരറിയാതെ രഹസ്യമായിട്ട് പരിശീലനം നടത്തി. അതില് ആ സ്വപ്നങ്ങൾക്ക് ശക്തി പകരാൻ ഇവരുടെ വിമർശനങ്ങളാണ് വഴിതെളിച്ചത്. 6 തവണ ലോക ചാമ്പ്യൻഷിപ്പ് നേടിയ, ബോക്സിംഗില് 6 തവണ ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ വനിത, ഇന്ത്യയുടെ ഒളിമ്പിക്സ് മെഡൽ നേടിക്കൊടുത്ത ആദ്യ വനിത, 2 കുട്ടികളുടെ അമ്മയായിട്ടും കായിക രംഗത്ത് തിരിച്ചു വന്ന് വിജയിക്കാൻ കഴിഞ്ഞ ആ വനിത, പ്രശസ്ത കായിക താരമായിട്ടുള്ള മേരി കോം. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചു കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ പ്രതിസന്ധികളിൽ തളർന്നു പോയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിജയത്തിന് എത്രത്തോളം സൗന്ദര്യം ഉണ്ടാവുമായിരുന്നില്ല. അതേപോലെ തന്നെ ആരും പിന്തുണയ്ക്കാനില്ല, ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്രയും ഉദിച്ചു വന്ന് ഈ ഒരു വിജയം ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും അവരുടെ വിജയം നമ്മൾ ഓർക്കുന്നുണ്ട് എങ്കിലും ആ ഒരു വിജയത്തിന്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. അതേപോലെ നമ്മുടെ ചുറ്റിലും ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. 21-ാം വയസ്സിൽ ശാസ്ത്ര ലോകത്തേക്ക് ചുവട് വെക്കുന്ന സമയത്ത് എന്നിട്ടോ പിന്നെ ഒരു അപൂർവ നാഡീ രോഗം വന്ന് 2 വർഷം മാത്രമേ ജീവിക്കൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ജീവിതം. അവയവങ്ങൾ ഓരോന്നായിട്ട് തളർന്നു പോവുകയാണ്. അവസാനം സംസാരശേഷിയും തളർന്നു പോയി.
അവിടെയും തളർന്നു പോകാതെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടെ ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ലോകത്തോട് സംവദിക്കുകയും ചെയ്ത ചക്ര കസേരയിൽ നിന്നുകൊണ്ട് ലോകത്തുള്ള ഗവേഷണങ്ങൾ നടത്തി 2 വർഷം എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതിൽ നിന്ന് 76 വർഷം ജീവിച്ച നമ്മുടെ ശാസ്ത്രലോകത്തെ അത്ഭുതമായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ് തളരാനുള്ളതാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു പരിമിതികളിൽ നിന്ന് ഇന്നത്തെ ഇന്നും നമ്മൾ ഓർമ്മിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ ആ പരിമിതികളെ അദ്ദേഹം ഓവർകം ചെയ്തു എന്നുള്ളതാണ്. ബലഹീനതകൾ ഇല്ലാത്ത മനുഷ്യരില്ല, അല്ലെ? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ഒരുപാട് ബലഹീനതകൾ നമുക്കുണ്ട്. അവയെ മറിച്ച് വെക്കാതെ തിരുത്തി മുന്നേറുന്നതിലാണ് ശരിയായ നേതൃപാഠമുള്ളത്. നമ്മളൊക്കെ ലീഡേഴ്സാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ ഒരു ടൂളാക്കി മാറ്റാതെ, അതിനെ ഒരു പ്രയാസമാക്കി മാറ്റാതെ നമ്മൾ സ്വന്തം അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോ ഇന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളോട് എനിക്ക് സംവദിക്കാനുള്ളത് അത് തന്നെയാണ്. നമ്മുടെ അപൂർണതകളെ മനോഹരമായ ടൂളുകളാക്കി പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പൂർണ്ണതയുള്ളവരായിട്ട് ആരുമില്ല. നമ്മുടെ കുറവുകളെ തിരിച്ചറിയുന്ന സമയത്താണ് നമുക്ക് ലോകത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോ ഇതില് കൂടുതൽ ഒന്നും പറയാനില്ല. നമ്മുടെ ഈ ഒരു ജാപ്പനീസ് തത്വചിന്ത ആയിട്ടുള്ള സാബി വാബി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയി ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി, അതേപോലെ നമ്മുടെ സമൂഹത്തെയും മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു ഡിവിഷന്റെ 320-ാം എപ്പിസോഡിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ള നൂസിയ മാം, അതേപോലെ ഡിവിഷൻ ടീം എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം. ഇന്ന് 320-ാം പൊൻപുലരിയെ നമ്മോടൊപ്പം ചേർന്നത് പ്രിയ സുഹൃത്തായ സുനീറ മാഡമാണ്. നല്ല വാക്കുകൾ കൊണ്ട് ഇന്നത്തെ പ്രഭാതം നിർത്തിയിരിക്കുകയാണ്. അപൂർണതയുടെ സൗന്ദര്യവും മാനുഷികമായ പരിമിതികളും പ്രമേയമാക്കി സുനീറ മാഡത്തിന്റെ ഒഴുക്കോടിയുള്ള സംസാര ശൈലി ഇന്നത്തെ പ്രഭാതത്തിന് മാറ്റുകൂട്ടി. പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ, തോറ്റു എന്ന് സ്വയം വിധി എഴുതുന്നിടത്തു നിന്ന് ജീവിക്കാനുള്ള പുതിയ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുവെങ്കിൽ ഒന്നിനും ഒരു അവസാനമല്ല എന്ന് മാം കഥയിലൂടെയും ഒരുപാട് അനുഭവങ്ങളിലൂടെയും നമുക്ക് വ്യക്തമാക്കി തന്നു. ഇന്ന് ഈ ഒരു പ്രഭാതത്തെ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ പൂർണ്ണത തേടിപ്പോകുന്ന മനുഷ്യനായി അല്ലെങ്കിൽ നമ്മൾ മാറണമെങ്കിൽ, അപൂർണനായി അസ്തമിക്കാതിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. പൂർണ്ണത തേടി ഞാൻ അലഞ്ഞു, പാതി വഴിയിൽ നിലാവും മാഞ്ഞുപോയി, വരച്ചു വച്ച ചിത്രത്തിന്റെ വരമാഞ്ഞു, പാടാൻ മറന്നുപോയ നോവ് നിറഞ്ഞുപോയി എന്ന് പറയുന്നത് പോലെ നാം ഓരോരുത്തരും അപൂർണരായി മാറാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇന്നിവിടെ ഇത്രയും മനോഹരമായി സംസാരിച്ച സുനീറ മേഡത്തിന് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം
ഈ ഡിവിഷനെ ധന്യമാക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഡിവിഷൻ ടീമിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ടീം ഇൻചാർജ് ജംഷീർ സാർ, നൂസിയ മാഡം, അതോടൊപ്പം മറ്റ് എൻ്റെ കൂടെയുള്ള മറ്റ് ആളുകൾക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഡിവിഷൻ ഇവിടെ സമാപിക്കുന്നു.